ബിസിനസ് സ്റ്റഡീസിൽ ഓർഗനൈസിങ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഓർഗനൈസിങ്? ഓർഗനൈസിങ്ങിൻ്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ is the process which coordinates human efforts, assembles physical resources and integrates both into a unified whole to achieve the common goal. എന്റർപ്രൈസിന് ഒരു കോമൺ ഗോൾ ഉണ്ടാകും, ഒരു പൊതു ലക്ഷ്യമുണ്ടാകും. ആ പൊതു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു വശത്ത് മനുഷ്യാധ്വാനത്തെയും അത് മറുവശത്ത് ഭൗതിക വിഭവങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. It coordinates and integrates human efforts and physical resources to achieve a common goal. ഒരു പൊതു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് ഇനീഷ്യേറ്റ്സ് ദ implementation of plans by assigning jobs and effectively deploying resources for achieving these goals. അതായത് സ്ഥാപനത്തിൻ്റെ പ്ലാനുകൾ എന്താണോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അങ്ങനെ പ്ലാനുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് തുടക്കം കുറിക്കുന്നത് ഏത് പ്രവർത്തനമാണെന്ന് ചോദിച്ചാൽ ഓർഗനൈസിങ് പ്രോസസ്സാണ്. നമുക്കറിയാം മാനേജ്മെൻറ്റിന് 5 പ്രോസസ്സുണ്ട്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അതിൽ പ്ലാനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പ്ലാൻ ഉണ്ടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലെ ആദ്യത്തെ ഫംഗ്ഷൻ. അതുകൊണ്ടാണ് പ്ലാനിങ് ഫംഗ്ഷന് പ്രൈമസി ഉണ്ട്, പ്രാഥമ്യ ജോലിയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. പക്ഷേ ആദ്യം ഉണ്ടാക്കിയ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്ലാനിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിക്കുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓർഗനൈസിങ് എന്നത്. ഓർഗനൈസിങ് എന്താണ്? അപ്പോൾ ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഇനീഷ്യേഷൻ നടത്തുന്ന പ്രോസസ്സ് ഏതാണ്? ഉത്തരം ഓർഗനൈസിങ്. സോ അങ്ങനെ ഓരോ സ്റ്റാഫിനും വേണ്ടുന്ന ജോബുകൾ എന്തൊക്കെയാണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു ഇഫക്റ്റീവായിട്ട്. എന്നിട്ട് സ്ഥാപനത്തിലെ റിസോഴ്സസ്, അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ, ടൂൾസ്, ഓഫീസ്, ക്യാബിന്, ഫയല്, ഇതൊക്കെ ഫിസിക്കൽ റിസോഴ്സസാണ്. ഈ ഹ്യൂമൻ റിസോഴ്സിനെയും ഫിസിക്കൽ റിസോഴ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ജോലി ആരംഭിക്കുന്നത് ഓർഗനൈസേഷൻ ആരംഭിക്കുമ്പോഴാണ്. ദ ഓർഗനൈസിംഗ് ഫംഗ്ഷൻ ലീഡ്സ് ടു ദ ക്രിയേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു സംഘടനാ ഘടന, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിലേക്കാണ് ഇത് ആത്യന്തികമായി നയിക്കുക. ദിസ് ഇൻക്ലൂഡ്സ് ദ ഡിസൈനിങ് ഓഫ് റോൾസ് ടു ബി ഫിൽഡ് ബൈ സ്യൂട്ടബിളി സ്കിൽഡ് പീപ്പിൾ. ഓരോരോ ആളുകളും അനുയോജ്യമായ കഴിവുള്ളവര് അവരവരുടെ റോൾ ഫില്ല് ചെയ്യണം. ആൻഡ് ഡിഫൈനിങ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് റോൾസ്. ഈ റോളുകൾക്കിടയിൽ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ദാറ്റ് ആംബിഗിറ്റി ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ക്യാൻ ബി എലിമിനേറ്റഡ്. ഞാൻ എന്ത് ജോലി ചെയ്യണമെന്ന് ഒരു ജോലിക്കാരനും അറിയാൻ പാടില്ലാത്ത അവസ്ഥ ഉണ്ടാകില്ല. ഈച്ച് വർക്കർ വിൽ ഡെഫിനറ്റ്ലി നോ വാട്ട് ഈസ് ഹിസ് റോൾ and what he has to do when he comes to his office or cabin or workplace. അതായത് the aim of organizing is to enable people to work together for a common purpose. That is the aim of organizing. ഏതൊരു മാനേജ്മെന്റ് ഫംഗ്ഷനും നമ്മൾ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് പറയാറുണ്ട്. പ്ലാനിങ്ങിന്റെ സമയത്ത് നമുക്കറിയാം, നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഫിക്സിംഗ് ദ ഒബ്ജക്റ്റീവ് ആണ് ആദ്യത്തേത്. എന്നിട്ട് പ്ലാനിങ് പ്രമൈസസ് ഡെവലപ്പ് ചെയ്യുക. ദെൻ അങ്ങനെ ആൾട്ടർനേറ്റീവ് പ്ലാനുകൾ ഉണ്ടാക്കുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, ഒരു നല്ല പ്ലാൻ ചൂസ് ചെയ്യുക, ഡെറിവേറ്റീവ് പ്ലാനുകൾ ഉണ്ടാക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഫോളോ അപ്പ്. ഇങ്ങനെ പ്ലാനിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് നമ്മൾ പ്ലാനിങ്ങിൻ്റെ ചാപ്റ്റർ പഠിച്ചു. അടുത്ത ചാപ്റ്ററാണ് ഓർഗനൈസിങ്. അപ്പോൾ ഓർഗനൈസിങ്ങിന് ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ട്. ഓർഗനൈസിങ് ജോലി ചെയ്യുന്നതിന് 4 സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, വർക്ക് എന്തൊക്കെ ആകെ ചെയ്യാനുണ്ട്, മാനേജർ ചെയ്യേണ്ടുന്ന മൊത്തം ജോലികൾ എന്തൊക്കെയാണെന്ന് അയാൾ തന്നെ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഹി ഹാസ് ടു ഐഡന്റിഫൈ ദ ടോട്ടൽ വർക്ക് ദാറ്റ് ഹി ഹാസ് ടു ഡു. എന്നിട്ട് അയാൾ ചെയ്യാനുള്ള ആകെ ജോലികളെ സ്മോൾ മാനേജബിൾ ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഹി ഹാസ് ടു ഡിവൈഡ് ഹിസ് ടോട്ടൽ വർക്ക് ഇൻ ടു സ്മോൾ മാനേജബിൾ ടാസ്ക്സ്. എന്നിട്ട് ഒരേ ഇനം ജോലികൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ഓഫ് സിമിലർ നേച്ചർ. എന്നിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന് ഏൽപ്പിച്ചു കൊടുക്കണം. അതിനെ പറയുന്ന പേര് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്നാണ്. ആ ജോലിനെ പറയുന്ന പേര്
ഡിപ്പാർട്ട്മെന്റ് ഒരേ സിമിലർ നേച്ചറിലുള്ള ജോബ്സിനെ, ക്ലോസ്ലി റിലേറ്റഡ് ആയ ജോബ്സിനെ എല്ലാം കൂടി ചേർത്തിട്ട് അത് ഒറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ജോലിനെ പറയുന്ന പേര് ഗ്രൂപ്പിംഗ് ആൻഡ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്നാണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രം തീർക്കാൻ പറ്റുന്ന ജോലിയാണ്. മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ്. പ്ലാനിങ് കഴിഞ്ഞാൽ അടുത്തത് ഓർഗനൈസിംഗ് ആണ്. പ്ലാനിങ്ങിന് ശേഷം പ്ലാനിങ്ങിന് നമുക്ക് ഏകദേശം 8ഓളം സ്റ്റെപ്പ് പറയാൻ സാധിക്കുന്നത് പോലെ ഓർഗനൈസിങ്ങിന് നമുക്ക് 4 സ്റ്റെപ്പുകളാണ് പറയാൻ കഴിയുക. ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ സ്മോൾ യൂണിറ്റ്സ് ഓഫ് ജോബായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 2, ആ ഒരേ ഇനത്തിൽപ്പെട്ട ജോലികളെ, സിമിലർ നേച്ചറിലുള്ള ജോലികളെ ഗ്രൂപ്പ് ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ദെൻ എന്നിട്ട് എംപ്ലോയീസിന് വർക്ക് അലോക്കേറ്റ് ചെയ്യുക. അവരുടെ സ്കില്ലും കോമ്പറ്റൻസി അനുസരിച്ചാണ് വർക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത്. 4, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ബൈ ക്ലിയർലി സ്റ്റേറ്റിംഗ് ഫോർ ഈച്ച് എംപ്ലോയി വാട്ട് ഹി ഹാസ് ടു ഡു. ഓരോ ജോലിക്കാരനും താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അയാളോട് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുക, അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫ്രം ഹൂം, അതായത് ആരിൽ നിന്നൊക്കെ അയാൾക്ക് ഓർഡർ കിട്ടണം, അയാൾ ഏത് സീനിയർ ഓഫീസർ ആരാണ്, ഫ്രം ഹൂം ഹി ഹാസ് ടു ടേക്ക് ഓർഡേഴ്സ് ആൻഡ് ടു ഹൂം ഹി ഈസ് ടു അക്കൗണ്ടബിൾ. ആരോടാണ് അയാൾ ചെയ്ത ജോലിയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടത്, അതായത് അയാൾ ആരോട് റിപ്പോർട്ട് ചെയ്യണം, ഏത് സുപ്പീരിയർ ഓഫീസറോടാണ് സബോർഡിനേറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതിന് ഒരു ധാരണ, വ്യക്തത ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് പറയും. ഇത് 4ാമത്തെ സ്റ്റെപ്പാണ്. ഒരിക്കൽ കൂടി നമുക്ക് 4 സ്റ്റെപ്പുകൾ നോക്കാം. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മൾ ചെയ്യാനുള്ള ജോലികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക, അതിനുശേഷം അത് ഐഡന്റിഫൈ ചെയ്യുക, അത് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സിമിലർ നേച്ചറിലുള്ള ജോബുകളെല്ലാം കൂടി ഒരു ഗ്രൂപ്പാക്കി എടുത്തിട്ട് അത് ഓരോ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പണിയാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. 2ാമത്തെ സ്റ്റെപ്പാണ്. 3ാമത്തെ സ്റ്റെപ്പ് ഓരോ തൊഴിലാളിക്ക് അവന് പറഞ്ഞു വെച്ചേക്കുന്ന പണി ഏതാണെന്ന് ഏൽപ്പിച്ചു കൊടുക്കുക, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുക, അസൈനിങ് ഡ്യൂട്ടീസ്. അടുത്തത് എന്താണ്? അധികാരവും ഉത്തരവാദിത്വവും തമ്മിൽ ബന്ധം സ്ഥാപിച്ചു കൊടുക്കുക, എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. ഈ 4 സ്റ്റെപ്പിലൂടെയാണ് ഓർഗനൈസിംഗ് എന്ന ടാസ്ക് കംപ്ലീറ്റ് ആകുന്നത്. അതായത് പ്ലാനിങ്ങിന്റെ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതിന് തുടക്കം കുറിക്കലാണ്, ഇനീഷ്യേറ്റ് ചെയ്യലാണ് ഓർഗനൈസിങ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. സോ ആദ്യത്തെ സ്റ്റെപ്പ് ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് തിരിച്ചു കൊടുക്കുക, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളെ. വൺസ് ദ വർക്ക് ഇസ് ഡിവൈഡഡ് ഇൻടു സ്മോൾ ആക്ടിവിറ്റീസ്, ദെൻ സിമിലർ ആൻഡ് റിലേറ്റഡ് ജോബ്സ് ആർ ഗ്രൂപ്ഡ് ടുഗദർ. ദിസ് ഗ്രൂപ്പിംഗ് ഈസ് കോൾഡ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. എക്സാമ്പിൾ, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടെറിട്ടറി. ചിലപ്പോൾ ഒരു ഈസ്റ്റേൺ സോണിന്റെ വർക്കുകളൊക്കെ ഈസ്റ്റേൺ സോണിന്, നോർത്തേൺ സോണിന്റെ വർക്കുകളൊക്കെ നോർത്തേൺ സോണിന്, പല ജിയോഗ്രഫിക്കലായിട്ട് കാര്യമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ വർക്ക് ചിലപ്പോൾ ആ ഭൂപ്രദേശത്തിന്റെ ഇതനുസരിച്ചായിരിക്കും. സെൻട്രൽ സോണിന്റെ വർക്ക് സെൻട്രൽ സോണിന്, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്യുന്നത്. ചിലപ്പോൾ പല വെറൈറ്റി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് വൈസ് ആയിട്ടും ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുക. അപ്പോൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ 3ാമത്തെ ടാസ്ക് ഓർഗനൈസിംഗിന്റെ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. അയാളുടെ കടമകൾ എന്തൊക്കെയാണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേറ്റ് ക്ലിയർലി ദ വർക്ക് ഓഫ് ഡിഫറെന്റ് ജോബ് പൊസിഷൻസ്. ഓരോ ജോബ് പൊസിഷനും, അതായത് അസിസ്റ്റന്റ് മാനേജറുടെ ജോബ് പൊസിഷൻ, അക്കൗണ്ട്സ് ഓഫീസറുടെ ജോബ് പൊസിഷൻ, ക്ലർക്കിന്റെ ജോബ് പൊസിഷൻ, ദെൻ എംപ്ലോയിയുടെ ജോബ് പൊസിഷൻ, ദെൻ സൂപ്പർവൈസറുടെ ജോബ് പൊസിഷൻ. ഓരോ ജോബ് പൊസിഷനിലും എന്ത് വർക്കാണെന്ന് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേറ്റ് ക്ലിയർലി ദ നേച്ചർ ഓഫ് വർക്ക് ദാറ്റ് ഈച്ച് എംപ്ലോയി ഹാസ് ടു പെർഫോം in each job positions, and also allocate work accordingly to the concerned employees. അതിനനുസരിച്ച് ബന്ധപ്പെട്ട സ്റ്റാഫിന് വർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പണിയാണ് ഓർഗനൈസിങ്ങിലെ അസൈനിങ് ഡ്യൂട്ടീസ്, ജോലി ഏൽപ്പിച്ചു കൊടുക്കൽ, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന പണി. വൺസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഫോംഡ്, ഇനി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആർ അപ്പോയിന്റഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്.
പർച്ചേസിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയെന്നായിരിക്കാം, സെയിൽസിന് ഒരു വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയെന്നായിരിക്കാം. പർച്ചേസിന്റെ ഹെഡായിട്ട് പർച്ചേസ് മാനേജർ വരും, സെയിൽസിന്റെ ഹെഡായിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് സെയിൽസ് മാനേജർ വരും, അക്കൗണ്ട്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അതിന്റെ കണക്ക് എഴുതാൻ വേണ്ടിയിട്ട് അതിന്റെ മാനേജറായിട്ട് അക്കൗണ്ട്സ് മാനേജർ വരും. ഫിനാൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയാൽ അതിന് വേണ്ടിയിട്ട് ഫിനാൻസ് മാനേജർ വരും. ആദ്യമൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ സ്ഥാപനമായിരിക്കും. സ്ഥാപനം വലുതാവുന്നതനുസരിച്ച് അക്കോർഡിംഗ് ടു ദ ഗ്രോത്ത് ദാറ്റ് ദ എന്റർപ്രൈസ് അച്ചീവ് ചെയ്യുന്ന ഗ്രോത്തിനനുസരിച്ച് ഹ്യൂജ് ജോബ് വരുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തിരിക്കാതെ നിവൃത്തിയില്ലാതോ, അപ്പോൾ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തിരിക്കും. ദ വർക്ക് മസ്റ്റ് ബി അസൈൻഡ് ടു ദോസ് ഹു ആർ ബെസ്റ്റ് ഫിറ്റഡ് ടു പെർഫോം ഇറ്റ് വെൽ. അത് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആളെയാണ് അവിടെ അപ്പോയിന്റ് ചെയ്യുക. അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ അവിടെ CA കാരനെ MBA ഫിനാൻസ് എടുത്ത ആളെയാണ് അപ്പോയിന്റ് ചെയ്യുക. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയാൽ അവിടെ MBA മാർക്കറ്റിംഗ് എടുത്ത ആളെയാണ് അപ്പോയിന്റ് ചെയ്യുക. സോ അതായത് ഞാൻ പറഞ്ഞു അതിന്റെ ഹെഡായിട്ട്, അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ അസിസ്റ്റൻസ്, സൂപ്പർവൈസേഴ്സ്, എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ അസൈനിങ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ ഭാഗത്ത് പറയാനുള്ള കാര്യം. 4, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ആരോട് റിപ്പോർട്ട് ചെയ്യണം, ആരിൽ നിന്ന് ആജ്ഞ സ്വീകരിക്കണം. ഇതാണ് ഹൂ ടു റിസീവ് ഓർഡേഴ്സ് ഫ്രം ഹൂം, ആരിൽ നിന്ന് ആജ്ഞ സ്വീകരിക്കണം. ആൻഡ് ഓൾസോ ഹൂ ടു റിസീവ് ടു ഹൂം, റിപ്പോർട്ട് ടു ഹൂം, ആരോട് റിപ്പോർട്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങളുടെ ഒരു വ്യക്തതയാണ് നമ്മൾ അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്ന 4ാമത്തെ ഓർഗനൈസിംഗ് സ്റ്റെപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ആണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ 4ാമത്തെ സ്റ്റെപ്പ്. 1ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, സ്ഥാപനത്തിന്റെ ടോട്ടൽ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ചെറിയ സ്മോൾ ടാസ്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. 2, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ക്ലോസ്ലി റിലേറ്റഡ് ആയ സിമിലർ നേച്ചറിലുള്ള ചെറിയ ടാസ്കുകളെയൊക്കെ ഒരു ഗ്രൂപ്പായി തിരിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കലാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ തൊഴിലാളിക്കും അവന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവന്റെ ജോബ് പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആയിട്ട് അവന്റെ ജോബ് ഇന്നതാണെന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. എന്നിട്ട് ഈ ആരോട് റിപ്പോർട്ട് ചെയ്യണം, ആര് ജോലി ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് ഏത് സൂപ്പർവൈസർ ഏത് സബോർഡിനേറ്റോട് ചോദിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു വ്യക്തത. അതാണ് അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുക. ഈ 4 പോയിന്റ്സ് വളരെ പ്രധാനമാണ് ഓർഗനൈസിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്നാണ് നമ്മൾ ഇത് അറിയപ്പെടുന്നത്. ഇനി ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടി, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, ഈ 4 പോയിന്റ്സ് ഓർഗനൈസിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് ആണ്. അടുത്ത ഭാഗത്ത് നമ്മൾ ഓർഗനൈസിംഗിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്.